ഒട്ടും ഡയലോഗ് ഇല്ലാത്ത ഏരിയയിലും സിരാജിന്റെ മനസ്സിൽ എന്താ പോണേ, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ മനസ്സിൽ എന്താ പോണേ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആ ചിരിയിൽ അയാള് എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ഒന്നും കിട്ടില്ല, അപ്പൊ നിങ്ങളാണ് എന്നെ പ്രതി എന്ന് കണ്ടുപിടിച്ചാൽ പോലും ഇത് ഞാൻ എങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് മൊത്തവും ആ ചിരിയിലുണ്ട്. അതിൽ RDX ആ തുടക്കം തൊട്ട് ആ ജീപ്പിൽ നിന്ന് ഇറങ്ങി വന്ന് ഫുഡ് മേടിക്കാൻ വരുന്നവർ വരെയും ഇവരെ ഞാൻ എന്തോ ചെയ്യാൻ പോവുകയാണ്, ഇവിടെ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സിറാജ് എന്താ ആലോചിക്കുന്ന ആ സമയത്ത്? എന്തോ ഭാഗ്യത്തിന് വരുന്നതെന്ന് തോന്നുന്നു. പറഞ്ഞപ്പോഴേ എനിക്ക് ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെന്ന് മനസ്സിലാവുന്നു. പക്ഷെ ഇങ്ങനെ ഓരോരുത്തരും പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടും. അപ്പൊ ചെയ്യുന്നത് ശരിയാണല്ലോ അങ്ങനെ ഒരു തോന്നല്. അല്ല ഞാൻ പറയല്ലേ, ഇപ്പൊ സിരാജിനോട് ഇപ്പൊ മുഴുവൻ കഥ പറയുന്നില്ല, അത് പറയില്ല. അപ്പൊ ഈ സീനിന്റെ എഫക്ട് എന്താണ് അടുത്ത സീനിലെന്ന് അത്രയൊന്നും അറിയുണ്ടാവില്ലല്ലോ. അപ്പൊ ഇതിനെങ്ങനെ ഉൾക്കൊള്ളുന്ന ഞാൻ ചോദിക്കുന്നത്. അവരങ്ങ് വിശ്വസിക്കുകയാണ്. ചിലപ്പോ ഞാൻ വന്ന സ്കൂളായിരിക്കും. അതായത് ഞാൻ ഇതിന് മുന്നേ ചെയ്ത സിനിമകളിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ വരെ ഇപ്പൊ കേരള ക്രൈം ഫയൽസിന് മുന്നേ വരെ ഞാൻ ചെയ്ത സിനിമകളിലെ എനിക്ക് ആ സീൻ ആ ഷോട്ട് എന്താണെന്ന് പറഞ്ഞുതരും. നമ്മളവിടെ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യുക, ഓക്കെ പറയും. അപ്പൊ അത് ഞാൻ യൂസ്ഡ് ആയി ആ ഒരു പ്രോസസ്സ്. നമുക്ക് മൊത്തം കഥകൾ കേൾക്കണമെന്നില്ല. ഇപ്പം അജിച്ചേട്ടൻ പറയുമെന്ന് പറയുന്നത് എനിക്ക് സ്ക്രിപ്റ്റ് കേൾക്കണ്ട, എനിക്ക് ആ ഷോട്ടിന് മുന്നേ എന്താണോ അത് പറയുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ വേറൊരു സ്കൂളായിരുന്നു അത്. ബാഹു എഴുതി വെച്ചത് ഒരു വള്ളി പുള്ളി തെറ്റാതെ ഡയലോഗ് നമ്മൾ പറയണം.